അയ്യോ കരയരുത്. ഇത്ര സന്തോഷം മോക്ക് ജോലിയല്ലേ കിട്ടിയത്. എന്താ പറയുക, ഞങ്ങൾക്കൊക്കെ ഒരു ആശ്രയമുള്ളൂ. അതായത് ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് മക്കൾക്ക് ജോലി കിട്ടിയ അത്രയും നല്ലതാണ്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് വന്നപ്പോൾ ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിൽ കയറിയതിന് ശേഷം ഉള്ള കുട്ടികളല്ല ഇറങ്ങിയതിന് ശേഷം. കാരണം കയറുമ്പം അത്രയും ടെൻഷനായിട്ട് കയറിയ കുട്ടികൾ ഇറങ്ങിയപ്പം വളരെ റിലാക്സ്ഡ് ആയിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് ടൈം ഇൻ്റർവ്യൂ ആണ്. ഫസ്റ്റ് ടൈം ഇൻ്റർവ്യൂ തന്നെ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ CPC ഹോൾഡേഴ്സിന് മാത്രമല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നത്, നോൺ CPC ഹോൾഡേഴ്സിനും കൂടെയാണ് ഇവിടെ വന്നിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എല്ലാ ബ്രാഞ്ചിലും പഠിച്ച കുട്ടികളായിരുന്നു. അവരിഷ്ടംപോലെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈം ഇൻ്റർവ്യൂ ആയിരുന്നു. ടെൻഷൻ ഫ്രീ ഇൻ്റർവ്യൂ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഹായ്, സോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ കാർഡിയൻ്റെ കാലിക്കറ്റ് ബ്രാഞ്ചിലാണ്. സോ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ക്ലാരസ് കോയമ്പത്തൂരിൻ്റെ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് ആണ്. സോ ഇതിൽ ഗ്രേറ്റസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ CPC ഹോൾഡേഴ്സിന് മാത്രമല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നത്, നോൺ CPC ഹോൾഡേഴ്സിനും കൂടെയാണ് ഇവിടെ വന്നിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഓൾറെഡി ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്ത കുറച്ച് പേരുണ്ട്. സോ നമുക്ക് അവരിലേക്ക് പോവാം. ഓക്കെ, സോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, ടെൻഷൻ അടിക്കാതെ സിമ്പിളാണ്. ഓക്കെ, സോ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആയിരുന്നു ഈ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ICD ഗൈഡൻസും പിന്നെ അനാട്ടമി കുറേ നോക്കിയിരുന്നു. സോ 3 മാസത്തെ കാർഡിയത്തെ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. കുറച്ച് മിസ്സുമാരാണെങ്കിലും നല്ല അടിപൊളിയായി ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എക്സാമിനാണെങ്കിലും പ്രിപ്പറേഷനും കാര്യങ്ങളും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. ഇൻ്റർവ്യൂവും കുറച്ചും കൂടെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. പിന്നെ കൂടുതൽ ICD അനാട്ടമി HCD പ്രൊജക്റ്റിന് എടുക്കുന്നത് കൊണ്ട് ICD ആണ് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, സാർ ടെൻഷൻ അടുപ്പിച്ചാതെ ഇൻ്റർവ്യൂ ചെയ്തു, അടിപൊളിയായിരുന്നു. നല്ല ഓക്കെ, എന്തൊക്കെ പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു? ICD ഗൈഡ്ലൈൻസ് ഒക്കെ എന്നോട് നോക്കാം. നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. എന്താ ICD അനാട്ടമി ഒക്കെ ആയിരുന്നു ചോദിച്ചിരുന്നത്. ഫസ്റ്റ് ടൈം ഇൻ്റർവ്യൂ ആയിരുന്നു. ടെൻഷൻ ഫ്രീ ഇൻ്റർവ്യൂ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ടെൻഷൻ ഇല്ലാതെ പറയാൻ പറ്റി. പിന്നെ ഞാൻ ടെൻഷൻ അടിച്ചിട്ട് വന്ന ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്, പക്ഷേ ഓക്കെ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സാറും നല്ല കൂളായിട്ടാണ് നമ്മുടെ ഹാൻഡിൽ ചെയ്തത്. കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. സാറ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, അതുകൊണ്ട് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ടെൻഷനൊന്നും അടിക്കാൻ വന്നില്ല. ഓക്കെ, സോ ഈ 3 മാസത്തെ കാർഡിയത്തെ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? കാർഡിയയിലെ ട്രെയിനേഴ്സൊക്കെ നല്ല മറ്റേ എന്ത് കാര്യത്തിനും നമുക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനും നന്നായി ചെയ്തു എന്ന് വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കാർഡിയ ത്രൂ തന്നെയാണ് എനിക്ക് പ്ലേസ്മെൻറ്റ് ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം അറിഞ്ഞത്. പിന്നെ അതിന് ബാക്കിയുള്ള എല്ലാ പർപ്പസിലും കാർഡിയൻ്റെ ആൾക്കാരുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണോ? ഇറ്റ്സ് മൈ ഫസ്റ്റ് ഇൻ്റർവ്യൂ. അതിൻ്റെ ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും ഈ കാർഡിയത്തെ ടീച്ചേഴ്സ് അവരെല്ലാവരും ഞങ്ങൾക്ക് അതിനനുസരിച്ച് പറഞ്ഞു തന്നു. എന്തൊക്കെ വരും, അല്ലെങ്കിൽ പറഞ്ഞു തന്നു മീൻസ് എന്തൊക്കെ പഠിക്കണം നിൽക്കണം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ കോൺഫിഡൻ്റായി ചെയ്തെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. മാസത്തെ കാർഡിയയിലത്തെ ജേർണി അല്ലെങ്കിൽ ക്ലാസ്സസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ല, പക്ഷേ എന്നാൽ പോലും എനിക്ക് അവിടെ നിന്ന് നല്ലവണ്ണം പഠിച്ച് ഇറങ്ങാൻ പറ്റി. ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ അനാട്ടമിയൊക്കെ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റി. ക്വാളിഫിക്കേഷൻ ഏതായിരുന്നു വരുന്നത്? ഞാൻ BSc ജോഗ്രഫി ആയിരുന്നു. ആക്ച്വലി നോൺ CPC സ്റ്റുഡൻസിന് നോൺ ബാക്ക്ഗ്രൗണ്ട് ബയോളജി ഇല്ലാത്തവർക്ക് അനാട്ടമിയും ICD ഒക്കെ കുറച്ചും കൂടെ അധികം നന്നായിട്ട് കോൺസെൻട്രേഷൻ പറഞ്ഞു തരുന്നുണ്ട് കാർഡിയ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പം ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള റീസൺ എന്തായിരുന്നു? ആക്ച്വലി പ്രൊഫഷൻ തന്നെയാണ് കുറച്ചും കൂടെ നല്ലൊരു പ്രൊഫഷൻ. മാത്രമല്ല മെഡിക്കൽ ഫീൽഡിൽ ഹെൽത്ത് കെയർ സെക്ടറിലൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പം എവിടെ നിന്നായിരുന്നു നമ്മളെ ഒരു കാർഡിയനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്? എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട്, ചേച്ചിയും കാർഡിയനാണ്, എക്സ് കാർഡിയനാണ്. സോ അങ്ങനെയാണ് അറിയുന്നത്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എല്ലാ ബ്രാഞ്ചിലും പഠിച്ച കുട്ടികളായിരുന്നു. അവരിഷ്ടംപോലെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഞാനും ഇതൊരു ഫീൽഡിലേക്ക് വന്നതാണ്. സയൻസ് ഫീൽഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെയായിരുന്നു. അപ്പോൾ നല്ലൊരു ജോലിക്ക് വേണ്ടി നമ്മൾ അങ്ങനെ കയറിയത് തന്നെയായിരുന്നു. എന്തുകൊണ്ട് കാർഡിയ ചൂസ് ചെയ്യാനുള്ള റീസൺ?
മെയിനായിട്ട് നമുക്ക് നല്ലൊരു എല്ലാ അറിവും ഉണ്ട്. അതുപോലെ ഫ്രണ്ട്സ് വരുമ്പോൾ അവർക്ക് ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ അവർ ഈ സെൻറ്ററിന് കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇത് കയറി. ഓക്കെ. അപ്പം ഇൻ്റർവ്യൂവിന് എന്തൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു? എല്ലാ ICD ഗൈഡ് ലൈൻസും അനട്ടമി എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ആയിരുന്നു. ഓക്കെ ആയിരുന്നു. ഓക്കെ. ഹായ്, പേരെന്തായിരുന്നു? ഓക്കെ. സോ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ, എന്തൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അനാട്ടമി, ICD, പാത്തോളജി. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ? നല്ലായിരുന്നു. സാറ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് ടൈം ഉണ്ട്, ചോദിച്ച് നമുക്ക് പറയാനുള്ള ടൈമൊക്കെ ആൾ തന്നിരുന്നു. അപ്പോൾ നമുക്കധികം ടെൻഷനൊന്നും ഉണ്ടായിരുന്നു. കയറിയപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ ആളായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ ഭയങ്കര കൂളായിരുന്നു. CPC സർട്ടിഫൈഡ് ആണോ? ഓക്കെ. സോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാംസും കാര്യങ്ങളൊക്കെ? എക്സാംസ് നമ്മുടെ കാർഡിയോ പ്രൊവൈഡ് ചെയ്യണ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല പക്കയായി പഠിക്കുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ടെൻഷൻ ഉണ്ടാവും, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എക്സാം ഹോളാകുമ്പോൾ ഭയങ്കര കൂളാവും. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുഴപ്പമൊന്നുമില്ല, എല്ലാം കവർ ചെയ്ത് പോകുമ്പോൾ കുറച്ചും കൂടി അവിടെ ചെല്ലുമ്പോൾ കുറച്ചുകൂടി ഈസി ആവും എക്സാം. നമ്മൾ ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ 3 മാസത്തെ കാർഡിയത്തെ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലത്. കോഴ്സ് മീൻസ് എന്തൊക്കെയായിരുന്നു? കോഴ്സ് 3 മാസം നമുക്ക് ICD, CBTയും അത് കഴിഞ്ഞിട്ട് പിന്നെ മോക്കിലായിരുന്നു. മോക്ക് നന്നായിരുന്നു. മോക്ക് നന്നായിട്ട് കിട്ടിയ കാരണമാണ് പാസ്സായത്. ഓക്കെ. അപ്പം ഈ കാർഡിയ ചൂസ് ചെയ്യാൻ കാരണം എന്തായിരുന്നു? പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അധികം ഫെയിലാവുന്നില്ല ആരും. എല്ലാവരും ഹാപ്പിയാണോ? സോ ഇത്രയും പേര് നമ്മൾ അറ്റൻഡ് ചെയ്തതിൽ ഒരു ചെറിയ പോർഷൻ, മൈന്യൂട്ട് പോർഷൻ മാത്രമേ റിജക്റ്റ് ആയിട്ടുള്ളൂ. ഗ്രേറ്റ് പോർഷൻ എല്ലാവരും സെലക്ട് ആയിട്ടുണ്ട്. സോ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു മൊമെന്റിൽ ഫസ്റ്റ് പറയാനുള്ളത്? എല്ലാവരും ഒരുമിച്ച് പറഞ്ഞോ നിങ്ങളുടെ ഹാപ്പിനെസ്. ഒന്നും പറയാനില്ലേ? ഓക്കെ. സോ എറ്റ് എ ഗ്ലാൻസിൽ ഒരു 2-3 പേര് ലൈക്ക് എങ്ങനെ ഒന്ന് പറയാൻ പറ്റുമോ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്? റിസൾട്ട് അറിഞ്ഞതിന് ശേഷമുള്ള നിങ്ങൾ എക്സ്പീരിയൻസ്. ടെൻഷൻ ഉണ്ടായിരുന്നോ റിസൾട്ട് അറിയുന്നവരെ? ടെൻഷൻ ഉണ്ടായിരുന്നോ? റിസൾട്ട് അറിഞ്ഞപ്പോ എങ്ങനെയുണ്ട്? ഹാപ്പിയാണ്. സോ എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത് ഈ ഒരു മൊമെന്റിൽ? പറഞ്ഞോളൂ. അയ്യോ, വളരെ സന്തോഷമുണ്ട്. എന്താ പറയുക, ഞങ്ങൾക്കൊക്കെ ഒരു ആശ്രയമുള്ളൂ. അതായത് ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് മക്കൾക്ക് ജോലി കിട്ടി അത്രയും നല്ലതാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലത് വരും, അത്രേ ഉള്ളൂ. അതെ അതെ, എല്ലാവർക്കും നല്ലതേ വരുള്ളൂ. ഞങ്ങളെപ്പോലെ കുറേ അമ്മമാരുണ്ട്, അവരെല്ലാവരും കരച്ചിലാണ്. അത് സന്തോഷം കൊണ്ടാണ് കേട്ടോ. ഒരുപാട് സന്തോഷം. താങ്ക് യു. പേരെന്തായിരുന്നു? അയ്യോ കരയരുത്. ഇത്ര സന്തോഷം മോക്ക് ജോലിയല്ലേ കിട്ടിയത്. സോ ഞങ്ങളടുത്ത് ഇവിടെ വന്നു, ഞങ്ങള് പഠിപ്പിച്ചു, ജോലി കൊടുത്തു. എൻ്റെ പേര് സിൻസില, കരിപ്പൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ കാലിക്കറ്റ് ബ്രാഞ്ചിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഫസ്റ്റ് ടൈം ഇൻ്റർവ്യൂ ആണ്. ഫസ്റ്റ് ടൈം ഇൻ്റർവ്യൂ തന്നെ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ വരുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ആയിട്ട് ഇൻ്റർവ്യൂ ആയതുകൊണ്ട്. പക്ഷെ അവിടെ വന്ന സമയത്ത് എല്ലാവരും ഗ്രൂപ്പായിട്ടാണ് ഇൻ്റർവ്യൂ നടന്നിട്ടുള്ളത്. അതും ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല, ഭയങ്കര കൂളായിട്ട് തന്നെ. സാറും ഭയങ്കര ഫ്രണ്ട്ലിയായിട്ടായിരുന്നു നിന്നത്. അതുകൊണ്ട് നല്ല കുഴപ്പമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ബേസിക് ആയിട്ടുള്ളത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അതിനൊക്കെ കറക്റ്റായിട്ട് ആൻസർ പറയാൻ പറ്റി. കാർഡിയൻ്റെ ഭാഗത്തു നിന്നും താങ്ക് യു. എൻ്റെ പേര് അനുമയ. ഞാൻ കാലിക്കറ്റ് കാർഡിയലാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂവിന് വന്ന സമയത്ത് ഇവൾ പറഞ്ഞ പോലെ ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടാവും എങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് വന്നപ്പോൾ ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അറിയില്ല. അപ്പോൾ അവസാനം റിസൾട്ട് വന്നപ്പോൾ ഇപ്പോൾ ക്ലാരസിൽ പ്ലേസ്ഡ് ആവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാപ്പിയാണ്. എൻ്റെ പേര് വൈഷ്ണവി. ഞാൻ ഈ കാലിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ നല്ല ടെൻഷനിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പഠിച്ചതൊക്കെ എക്സാമിന് 1 മന്ത് മുന്നെയാണ് എക്സാമിന് പാസ്സായത്. അപ്പോൾ അതൊക്കെ പറയാൻ പറ്റുമോ എല്ലാം ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ വന്നപ്പം ഇൻ്റർവ്യൂ വലിയ പ്രശ്നമൊന്നുമില്ല, നല്ലോണം പോലെ ആയിരുന്നു. അത്ര സ്ട്രെസ്സൊന്നും ഇല്ലായിരുന്നു. കയറി കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ടെൻഷനൊക്കെ ഒന്ന് കുറഞ്ഞു. ഇപ്പം പ്ലേസ്ഡ് ആയി എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇപ്പം 1 മന്ത് ആയിട്ടുള്ളൂ എക്സാം കഴിഞ്ഞിട്ട്. അപ്പോഴത്തേക്കും എന്നെ എവിടെയെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇന്ന് കാർഡിയോ കാലിക്കറ്റ് വെച്ച് നമുക്ക് കോയമ്പത്തൂരുള്ള ക്ലാരസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഡ്രൈവ് ഇവിടെ നടന്നു.
സോ ഡ്രൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ നമ്മളൊരു 8:30 ആണ് സ്റ്റുഡൻസിന് ഇവിടെ റിപ്പോർട്ടിംഗ് ടൈം കൊടുത്തത്, കാരണം ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ളത്. എന്നാൽ അതിന് മുന്നേ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. കാരണം ഈ ഒരു ഡ്രൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കാർഡിയയുടെ എല്ലാ ബ്രാഞ്ചിൽ നിന്നുള്ള സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. സോ ഞാൻ ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ കണ്ണൂർ, കാസർഗോഡ്, മഞ്ചേരി, തൃശ്ശൂർ, പാലക്കാട്, കാരണം അത്രയും ഡിസ്റ്റൻസിൽ നിന്ന് പോലും കാലിക്കറ്റ് വന്നിട്ട് ഇവർ ഡ്രൈവ് അറ്റൻഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു അതിൽ വലിയൊരു പാർട്ടെന്ന് പറയുന്നത് ഇതിൽ CPC മാത്രമല്ല, നോൺ CPC കാൻഡിഡേറ്റ്സിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ക്ലാരസ് കോയമ്പത്തൂർ 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് ഞങ്ങൾക്ക് തന്നത്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരുപാട് നോൺ CPC സ്റ്റുഡൻസും ഈ ഒരു ഡ്രൈവിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സോ രാവിലെ മുതൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ആഫ്റ്റർ അവരുടെ ഒരു എൻട്രിക്ക് ശേഷം നമ്മൾ ഇന്നത്തെ ഇൻ്റർവ്യൂ പ്രോസസ്സിലേക്കാണ് കടന്നത്. പാനൽ റൈറ്റ് ടൈമിൽ തന്നെ എത്തി. ആൻഡ് ഫസ്റ്റ് നമുക്ക് ടെക്നിക്കൽ റൗണ്ടിലാണ് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. സോ ടെക്നിക്കൽ റൗണ്ടിൽ 10 ഈച്ച് 10 സ്റ്റുഡൻസിനെ വെച്ചിട്ട് ഒരു അസസ്മെൻ്റ് എന്നുള്ള രീതിയിലായിരുന്നു. ഇൻഡിവിജ്വൽ ഫോക്കസ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തത്. കൂടുതലായിട്ടും അവരുടെ സബ്ജക്ട് റിലേറ്റഡ് കാര്യങ്ങൾ, ദെൻ അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻ, അങ്ങനെ RCM റിലേറ്റഡ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ സ്റ്റുഡൻസിനെ കണ്ട സമയത്ത് ഒരു നല്ല ടെൻഷനിലായിരുന്നു ഉള്ളത്. കാരണം ഇതിൽ കുറേ പേര് ഫസ്റ്റ് ടൈമാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടെൻഷൻ അവരിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്തു. ഇപ്പം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഫാക്കൽറ്റി സൈഡ് ആവട്ടെ, ബാക്കി നമ്മുടെ സ്റ്റാഫ് എല്ലാവരും തന്നെ നല്ല രീതിയിൽ അവരെ അസിസ്റ്റ് ചെയ്തു. അവരെ ആദ്യം തന്നെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടും. സോ അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിൽ കയറിയതിന് ശേഷം ഉള്ള കുട്ടികളല്ല ഇറങ്ങിയതിന് ശേഷം, കാരണം കയറുമ്പം അത്രയും ടെൻഷനായിട്ട് കയറിയ കുട്ടികൾ ഇറങ്ങിയപ്പം വളരെ റിലാക്സ്ഡ് ആയിരുന്നു. കാരണം എനിക്ക് തോന്നുന്നത് പാനലിന് തന്നെ പറയണം. ബിക്കോസ് അത്രയും കംഫർട്ടായിട്ട് ടെൻഷനായിട്ട് വന്ന കുട്ടികളെ പോലും അത്രയും കംഫർട്ടായിട്ട് പാനൽ ഇവരെ ട്രീറ്റ് ചെയ്തു. സോ അതുകൊണ്ട് തന്നെയായിരിക്കും അവർക്ക് നന്നായിട്ട് അതിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ. സോ ആൻഡ് റിസൾട്ട് വന്നപ്പോൾ നമുക്ക് ഇന്ന് അറ്റൻഡ് ചെയ്തത് പറയുകയാണെങ്കിൽ 42 സ്റ്റുഡൻസ് ആണ് അറ്റൻഡ് ചെയ്തത്. അതിൽ ബോത്ത് CPC ആൻഡ് നോൺ CPC ഉണ്ട്. സോ ഈ 42-ൽ 40 സ്റ്റുഡൻസും കമ്പനിയിൽ പ്ലേസ്ഡ് ആയി, വിച്ച് മീൻസ് സെലക്റ്റഡ് ആയി. സോ ആ ഒരു റിസൾട്ട് അനൗൺസ് ചെയ്ത മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഹാപ്പിയസ്റ്റ് ആയിരുന്നു. കാരണം രാവിലെ അത്രയും നേരത്തെ ഇവിടെ വന്ന്, എനിക്ക് തോന്നുന്നു ഒരു 4:30 ആയിട്ടുണ്ട് നമ്മുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ. അത്രയും നേരം ഫുഡ് പോലും കഴിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികളുടെ അടുത്ത് ഇൻ്റർവ്യൂവിന് ഒരു ടെൻഷൻ, അവർ ഫുഡ് പോലും കഴിക്കാതെ റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ആൻഡ് കമ്പനി സൈഡിൽ നിന്ന് റിസൾട്ട് അനൗൺസ് ചെയ്ത മൊമെൻറ്റിൽ അത്രയും ചെയർഫുൾ ആയിട്ടുള്ള ഫേസസ് ആണ് ഞങ്ങൾ കണ്ടത്. സോ അവരെപ്പോലെ തന്നെ നമ്മളും ഒരുപാട് ഹാപ്പിയാണ്. അത് ബാക്കിൽ മാത്രം പറഞ്ഞാൽ മതിയാവില്ല. ബിക്കോസ് ഇൻ്റർവ്യൂവിന് സെലക്ഷന് ശേഷം നമ്മൾ കുട്ടികളുടെ പാരൻസ് കുറച്ച് പേര് ഇവിടെ വന്നതുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് കിട്ടി. കാരണം ഞങ്ങൾ ആരും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ, കാരണം സന്തോഷം കൊണ്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ്. സോ ഒരുപാട് സന്തോഷം. ഞങ്ങൾ ഇത്രയും കുട്ടികൾക്ക് നല്ല രീതിയിൽ കമ്പനിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റി. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ഇപ്പം ഈ ഒരു പെർട്ടിക്കുലർ കമ്പനി ആവട്ടെ ഒരുപാട് കാലമായിട്ട് കാർഡിയയുടെ കൂടെ ഉള്ളൊരു കമ്പനിയാണ്. ഞങ്ങളുടെ ഒരുപാട് സ്റ്റുഡൻസ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫ്രഷേഴ്സിന് തന്നെ നല്ല രീതിയിൽ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു കമ്പനി തന്നെയാണ് ക്ലാരസ്. സോ ഐ എം ഷുവർ ദാറ്റ് അവർക്കൊക്കെ നല്ല ഹൈറ്റ്സിൽ അവർ എത്തിച്ചേരും. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് കുട്ടികൾക്ക് ഓൾ ദി വെരി ബെസ്റ്റ്.